കേരളത്തിൽ ഓരോ വർഷവും കോടിക്കണക്കിന് ചക്കയാണ് പാഴായി പോകുന്നത്. ചക്കയുടെ വിപണന സാധ്യതകൾ എത്രത്തോളം, ചക്ക എന്തുമാത്രം ആരോഗ്യദായകമാണ് തുടങ്ങിയ വിഷയങ്ങളെ സംബന്ധിച്ച് സംസ്ഥാനത്തൊട്ടാകെ പ്രവർത്തിക്കുന്ന ചക്കക്കൂട്ടം സംഘടനയിലെ പ്രവർത്തകർ കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ ഒത്തുകൂടി പരിശീലന ക്യാമ്പ് നടത്തിയത് വേറിട്ട ഒരു സംഗമമായിരുന്നു. കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VS പൊന്നമ്മ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന കോർഡിനേറ്റർ അനിൽ ജോസ് ക്ലാസ് എടുത്തു. കേരള സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക പഴമാണ് ചക്ക. പക്ഷേ 60 കോടി ചക്ക ഇവിടെ ഉണ്ട്. അതിനകത്ത് 38 കോടി ചക്ക വേസ്റ്റായി പോകുന്നതാണ് സർക്കാരിൻ്റെ തന്നെ കണക്ക്. അപ്പോൾ നമുക്ക് ഇത്രയും ഗുണമുള്ള, പോഷകമുള്ള, ഔഷധമുള്ള, രുചിയുള്ള ഈ ചക്ക നഷ്ടപ്പെട്ടു പോകാതെ എങ്ങനെ അതിൽ നിന്ന് തൊഴിലുണ്ടാക്കാം, എങ്ങനെ അതിൽ നിന്ന് വ്യവസായം ഉണ്ടാക്കിയെടുക്കാം, എങ്ങനെ എല്ലാവർക്കും ചക്ക കിട്ടാത്ത സമയത്തും കിട്ടാത്ത സ്ഥലത്തും ഇതെങ്ങനെ ലഭ്യമാക്കാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മളെല്ലാവരും പറയാൻ ശ്രമിക്കുന്നത്. ഉള്ളവരുണ്ട്, ചക്ക വിൽക്കുന്നവരുണ്ട്, ചക്കയിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നവരുണ്ട്, ഉൽപ്പന്നം വിൽക്കുന്നവരുണ്ട്, തിന്നാൻ കൊതിയുള്ളവരുണ്ട്, അതേപോലെ ഇതിനകത്ത് വേണ്ട അനുബന്ധ സേവനങ്ങൾ എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാം കൂടി ശ്രമിക്കുകയാണ് ഒരു സിസ്റ്റം ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഓരോ നാട്ടിലും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ നാട്ടിൽ പൈസയും കിട്ടും, ആ നാട്ടിൽ ചക്ക വേസ്റ്റ് ആവില്ല, കേരളത്തിലുള്ള എല്ലാ വ്യവസായങ്ങൾക്കും കിട്ടും, പിന്നെ പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ നമുക്ക് ഇഷ്ടം പോലെ സാധനം ഉണ്ടാവും, അതിൽ ധാരാളം പണം കേരളത്തിൽ ഉണ്ടാവുകയും ചെയ്യും.